അമേരിക്കയിൽ ജോലി ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ IT മേഖലയിലുള്ളവർക്ക് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. വിസ നയങ്ങളിൽ വരുത്തിയ കർശനമായ നിയന്ത്രണങ്ങളും സാമ്പത്തിക ബാധ്യതകളും H-1B വിസ ലഭ്യതയെ സങ്കീർണമാക്കിയിരിക്കുന്നു. അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ടെങ്കിലും വിസ അനുവദിക്കുന്ന കാര്യത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരങ്ങളും പരിശോധനാ രീതികളും വിദേശ തൊഴിലാളികൾക്ക് അമേരിക്കയിലേക്കുള്ള വഴി കഠിനമാക്കുന്നതാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിസ അംഗീകാര നിരക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ താൽക്കാലിക വർക്ക് വിസയായ H-1B വിസ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. H-1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്താനുള്ള തീരുമാനം മുതൽ വേതനാധിഷ്ഠിത നറുക്കെടുപ്പ് വരെ വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് വലിയ തിരിച്ചടികളാണ് നൽകിയത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷമാണ് ഇവയെല്ലാം സംഭവിച്ചത്. അതേസമയം 2025 സാമ്പത്തിക വർഷത്തെ H-1B വിസ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2024 ഒക്ടോബർ 1 മുതൽ 2025 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിലെ H-1B വിസയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ പ്രവാസികളും അറിഞ്ഞിരിക്കണം. 2025 സാമ്പത്തിക വർഷം H-1B വിസ ലഭിക്കുന്നതിനായുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായെങ്കിലും വിസ അനുവദിക്കുന്നതിൽ വൻ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തുവിട്ട 2025 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. അപേക്ഷകളിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 7% വർധനവുണ്ടായപ്പോൾ അംഗീകാരം നൽകുന്നതിൽ 17.8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഒക്ടോബർ 1 മുതൽ 2025 സെപ്റ്റംബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം മൊത്തം 4,56,725 അപേക്ഷകളാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന് ലഭിച്ചത്. 2024 4,27,091 ആയിരുന്നു. എന്നാൽ വിസ അനുവദിച്ച കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. 2024 3,99,402 വിസകൾ അംഗീകരിച്ചിരുന്ന സ്ഥാനത്ത് 2025 ആയപ്പോഴേക്കും 3,28,185 ആയി ചുരുങ്ങി. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണെന്ന് എടുത്തു പറയണം. വിസാപേക്ഷകൾ നിരസിക്കപ്പെടുന്നതിനോ വൈകുന്നതിനോ ഒക്കെയുള്ള പ്രധാന കാരണം US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നടത്തുന്ന കർശനമായ പരിശോധനകളാണ്. വിസ നടപടികളിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ കൊണ്ടുവന്ന പുതിയ ബെനിഫിഷ്യറി സെൻട്രിക് സെലക്ഷൻ രീതി ഫലപ്രദമാണെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ച് വിസ നേടാനുള്ള നിയമവിരുദ്ധ ശ്രമങ്ങൾ ഈ രീതിയിലൂടെ തടയാൻ സാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത്. 2025 സെപ്റ്റംബറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട പുതിയ പ്രഖ്യാപനം അനുസരിച്ച് വിസ ഫീസിൽ വൻ വർധനവ് വരുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 21 മുതൽ നിലവിൽ വന്ന നിയമപ്രകാരം H-1B വിസ അപേക്ഷകൾക്ക് $1 ലക്ഷം ഫീസായി നിശ്ചയിച്ചു. ഇത് വരും വർഷങ്ങളിൽ വിസ അപേക്ഷകളുടെ എണ്ണത്തെയും അംഗീകാരത്തെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അമേരിക്കയിലെ H-1B വിസ പ്രയോജനപ്പെടുത്തുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ്. വിസ അപ്രൂവലിലെ ഈ കുറവ് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളെയും IT കമ്പനികളെയും കാര്യമായി തന്നെ ബാധിക്കും. വിസ ലഭിക്കാനുള്ള കടമ്പകൾ ഏറുന്നതും ഉയർന്ന ഫീസ് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതും ഒരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. 2027 വിസ രജിസ്ട്രേഷൻ മാർച്ച് 4 ആരംഭിക്കും. നിലവിലെ ഈ കണക്കുകൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്ക സ്വപ്നം കാണുന്ന പ്രൊഫഷണലുകൾക്ക് മുന്നിൽ വലിയ സാമ്പത്തിക നിയമ കടമ്പകളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിസ ഫീസിലുണ്ടായ വൻ വർധനവ് കമ്പനികളെ വിദേശത്ത് നിന്ന് ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ദുരുപയോഗങ്ങൾ തടയാൻ കൊണ്ടുവന്ന പുതിയ സെലക്ഷൻ രീതികൾ സുതാര്യത ഉറപ്പാക്കുന്നുണ്ടെങ്കിലും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പോലും വിസ നിഷേധിക്കപ്പെടുന്നത് ആശങ്കാജനകമാണ്. 2027 വിസ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാനിരിക്കെ നിലവിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ കരിയർ പ്ലാനുകളിൽ മാറ്റം വരുത്താൻ ഇന്ത്യൻ IT ഉദ്യോഗാർത്ഥികൾ നിർബന്ധിതരാവുകയാണ്.